വെൽക്കം ഓൾ എല്ലാ പേർക്കും ബിടെക് ലാബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ അസിൻക്രണസ് മോഡ് 5 അപ്പ് കൗണ്ടറിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അസിൻക്രണസ് മോഡ് 5 അപ്പ് കൗണ്ടർ. ഇനി എന്താണ് മോഡ് 5 എന്ന് പറയുന്നത്? 000 001 010 011 100, അതായത് 0 മുതൽ 4 വരെയുള്ള 5 നമ്പേഴ്സിനെ കൗണ്ട് ചെയ്യുന്ന കൗണ്ടേഴ്സിനെയാണ് നമ്മൾ മോഡ് 5 കൗണ്ടർ എന്ന് പറയുന്നത്. ഇനി അപ്പ് കൗണ്ടർ എന്ന് പറയാൻ കാര്യം എന്താണ്? നമ്മൾ 0യിൽ നിന്ന് 4ലേക്കാണ് കൗണ്ട് ചെയ്ത് പോകുന്നത്, അതുകൊണ്ടാണ് അതിനെ അപ്പ് കൗണ്ടർ എന്ന് പറയുന്നത്. ഇനി 7476 JK ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു അസിൻക്രണസ് കൗണ്ടർ നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരു 3 ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്ത് മാക്സിമം 111 വരെ, അതായത് 7 വരെയുള്ള കൗണ്ടിങ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. 7 വരെ കൗണ്ട് ചെയ്യുന്നതിന് നമുക്ക് 3 ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ആവശ്യമേ ഉള്ളൂ. ബട്ട് ഈ ഒരു കണക്ഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് 100 വരെ ഔട്ട്പുട്ട് വന്നാൽ മതി. നമുക്ക് 5 കഴിഞ്ഞിട്ടുള്ള വാല്യൂസ് ആവശ്യമില്ല. സോ അതായത് നമ്മൾ ആ ഒരു വാല്യൂവിനെ, അതായത് 100 കഴിഞ്ഞ് നമുക്ക് 101 വരാനായിട്ട് പാടില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു? Q2 എന്നുള്ള ഔട്ട്പുട്ടും നമ്മൾ Q0 എന്നുള്ള ഔട്ട്പുട്ടും 1 വരുന്ന ആ ഒരു കണ്ടീഷൻ നമ്മൾ എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? Q2 എന്നുള്ള ആ ഒരു കണക്ഷനും Q0 എന്നുള്ള ഒരു കണക്ഷനും കൂടി എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു NAND ഗേറ്റിലേക്ക് കൊടുക്കാൻ പറ്റും. NAND ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്താണ്? 2 ഇൻപുട്ടും ഹൈ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ഔട്ട്പുട്ട് എന്താ വരുന്നത്? 0 ആണ് വരുന്നത്. അപ്പം നമ്മുടെ ഉദ്ദേശം എന്താണ്? 101 നമുക്ക് ഡിസ്പ്ലേ ആവാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഈ ഒരു NAND ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് നമ്മൾ ICയുടെ ക്ലിയർ പിന്നിലേക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ക്ലിയർ പിന്നിൽ 0 എന്നുള്ളൊരു വാല്യൂ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് റീസെറ്റ് ചെയ്ത് 0യിലേക്ക് പോയേക്കും. അപ്പോൾ ആ ഒരു പ്രോസസ്സാണ് നമ്മളിവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ 101ലെ Q2വും Q0യും 1 വരുന്ന ആ ഒരു കണ്ടീഷൻ നമ്മൾ ആ ഔട്ട്പുട്ടിനെ എടുത്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു NAND ഗേറ്റിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴാണോ Q0യും Q2വും 1 വരുന്ന സമയം, 2 ഇൻപുട്ടും ഹൈ ആവുന്ന സമയത്ത് മാത്രമാണ് NAND ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് 0യിലേക്ക് സെറ്റ് ചെയ്യുന്നത്. ആ 0നെ എങ്ങോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്? ക്ലിയർ പിന്നിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, 0 ഇൻപുട്ട് ക്ലിയറിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ആ ഉണ്ടായിരുന്ന ഔട്ട്പുട്ടെല്ലാം നമുക്ക് ക്ലിയർ ചെയ്ത് കളയാനായിട്ട് പറ്റും. അപ്പോൾ നേരെ 4 കഴിഞ്ഞ് 5 എന്നുള്ള കണ്ടീഷൻ വരുന്നില്ല. ഓട്ടോമാറ്റിക്കലി ഈ ഒരു NAND ഗേറ്റ് ക്ലിയർ പിന്നിനെ ക്ലിയർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു 7476ൻ്റെ എങ്ങനെയാണ് ആ ഒരു പ്രോസസ്സ് നമ്മൾ പറഞ്ഞു. ഇനി എന്താണ്? പ്രീസെറ്റ് കണക്ഷൻ ഉണ്ട്. പ്രീസെറ്റ് കണക്ഷൻ നമ്മുടെ ഇൻപുട്ടിലാണ് കണക്ട് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ക്ലിയർ ഇൻപുട്ട് നമുക്ക് ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്യേണ്ട കാര്യം ഈ ഒരു കണ്ടീഷനിൽ വരുന്നില്ല. ഓക്കെ, നമുക്ക് 111 വരെയുള്ള ആ ഒരു കണ്ടീഷൻ കിട്ടണമെങ്കിൽ ഈ ഒരു NAND ഗേറ്റ് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മോഡ് 7 കൗണ്ടറായിട്ട് വർക്ക് ചെയ്യുന്നതായിട്ട് കാണാം. ഇവിടെ ഇതിന് മോഡ് 5 ആയിട്ട് കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഈ ഒരു NAND ഗേറ്റ് ആണ്. ഓക്കെ, ഇതാണ് ഈ ഒരു അസിൻക്രണസ് മോഡ് 5ൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. ഇനി എങ്ങനെയാണ് നമുക്കിത് ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് 3 7476ൻ്റെ ഫ്ലിപ്പ് ഫ്ലോപ്പാണ് ഫിഗറിനകത്ത് കാണാൻ പറ്റുക. അപ്പോൾ നമുക്ക് 3 7476 എന്തുകൊണ്ട് എടുത്തു, എങ്ങനെ എടുക്കാം എന്നൊക്കെയുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ അസിൻക്രണസ് കൗണ്ടർ 7476 വെച്ച് ചെയ്ത സമയത്ത് എങ്ങനെയാണ് ഫ്ലിപ്പ് ഫ്ലോപ്പിന് ICക്ക് നമ്പർ കൊടുക്കുക എന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാവാത്ത ആളുകളുണ്ടെങ്കിൽ അത് ചെയ്യുന്നിട്ട് ആ വീഡിയോ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി ഈസി ആയിട്ട് പോകും. എങ്ങനെയാണ് നമ്പറിങ് ചെയ്യുക എന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് മുന്നിലുള്ള പല വീഡിയോസിലും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോയുടെ ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടിയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയാത്തത്. അപ്പോൾ ഡൗട്ടുള്ളവർ എന്ത് ചെയ്യുക? ആ വീഡിയോ പോയിട്ട് കാണുക. അസിൻക്രണസ് 4-bit ബൈനറി അപ്പ് കൗണ്ടറിനകത്ത് IC നമ്പർ വ്യക്തമായിട്ട് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 7476 നമ്മൾ 2 ICയാണ് വേണ്ടുന്നത്. അതായത് ഒരു ICയിൽ 2 ഫ്ലിപ്പ് ഫ്ലോപ്പാണ് ഉള്ളത്. അപ്പോൾ VCC നോർമലി VCC 5th പിന്നാണ് 7476ൻ്റെ. ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ 13th പിന്നാണ്. ബട്ട് നമ്മൾ യൂസ് ചെയ്ത NAND ഗേറ്റ് ഉണ്ടല്ലോ,
7400ക്ക് നമ്മൾ നോർമലി 14th പിന്നാണ് VCC, 7th പിന്നാണ് ഗ്രൗണ്ടുമായിട്ട് എടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ VCC ഗ്രൗണ്ട് കണക്ഷൻ അങ്ങ് ചെയ്ത് വെക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ മറന്നു പോകാനായിട്ട് ഒരു ചാൻസ് ഉണ്ട്. സോ രണ്ട് ICയുടെ ആദ്യം ഇരിക്കുന്ന രണ്ട് 7476ൻ്റെ 5th പിന്നുകൾ ഷോർട്ട് ചെയ്തിട്ടുണ്ട്. ആ പിന്നിൽ നിന്ന് നമ്മൾ നോർമലി 7400ൻ്റെ 14th പിന്നിലേക്ക് ആ ഒരു VCC കണക്ഷൻ ഷോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 7476ൻ്റെ 13th പിന്നാണ് ഗ്രൗണ്ട്. സോ ഫസ്റ്റ് ICൻ്റെ 13th പിന്നിൽ നിന്ന് സെക്കൻഡ് 7476ൻ്റെ 13th പിന്നിലേക്ക് ഒരു കണക്ഷൻ ചെയ്യുന്നു. 7400ക്ക് 7th പിന്നാണ് ഗ്രൗണ്ട്. സോ 7th പിന്നിൽ നിന്ന് ആ ഒരു 7476ൻ്റെ 13th പിന്നിലേക്ക് നമ്മളൊരു കണക്ഷൻ കൊടുക്കുന്നു. നമുക്ക് ലാസ്റ്റ് VCC ഗ്രൗണ്ട് കണക്ഷൻ കിറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കാം. ഇനി നമുക്കടുത്ത ഒരു ക്ലിയർ കണക്ഷൻ ചെയ്യാം. ക്ലിയർ കണക്ഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണ് ചെയ്യുകയെന്ന് വെച്ചാൽ, നമുക്കറിയാം IC ഇപ്പം നമുക്ക് 2 ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് ഓരോ ICക്കകത്തും ഉള്ളത്. പക്ഷേ നമ്മുടെ ഫിഗറിൽ 3 ഫ്ലിപ്പ് ഫ്ലോപ്പാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ആ 4ാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്ലിയർ പിന്നും കൂടി നിങ്ങൾ കണക്റ്റ് ചെയ്താലായിരിക്കും നമുക്ക് കറക്റ്റായിട്ട് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഇതൊരു ടിപ്പാണ്. നമ്മൾ ഫസ്റ്റ് ICയുടെ 3, 8 ഷോർട്ട് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ICയുടെ 3യും ഫസ്റ്റിൻ്റെ തന്നെ 8ഉം കൂടെ ഷോർട്ട് ചെയ്യുന്നുണ്ട്. എന്തിനാണ്? ക്ലിയർ പിന്നായിട്ട്. ആ 8ൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, സെക്കൻഡ് ICയുടെ 3യിലേക്ക് കണക്ഷൻ ചെയ്തു. ഫിഗറിൽ നമുക്ക് ഇത്ര ഒരു ക്ലിയർ പിന്ന് കണക്ഷനെ കാണാനുള്ളൂ. ബട്ട് ആക്ച്വലി നമുക്കറിയാം 4ാമതൊരു ഫ്ലിപ്പ് ഫ്ലോപ്പ് കൂടി ആ 2ാമത്തെ ICക്കകത്ത് ഉണ്ട്. അതായത് 2ാമത്തെ ICക്ക് 2 ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ക്ലിയർ പിന്നും കൂടി നമ്മൾ കണക്റ്റ് ചെയ്താൽ നമുക്ക് പ്രോപ്പറായിട്ട് ഔട്ട്പുട്ട് കിട്ടും. അതായത് ഫസ്റ്റ് ICയുടെ 3, 8 ഷോർട്ട് ചെയ്യുക. ആ 8ൽ നിന്ന് സെക്കൻഡ് ICയുടെ 3, സെക്കൻഡിൻ്റെ 3യും 8ഉം കൂടി ഒന്ന് ഷോർട്ട് ചെയ്ത് കൊടുക്കുക. അത് ആക്ച്വലി ഫിഗറിനകത്തില്ല, ഇതൊരു ടിപ്പാണ്. നമുക്ക് കണക്ഷൻ കറക്റ്റായിട്ട് ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ ആ 4ാമത് ആ ICയിലുണ്ടായിരുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്ലിയർ കണക്ഷനും കൂടി നിങ്ങൾ ചെയ്ത് കൊടുക്കുക. എന്നാൽ മാത്രമായിരിക്കും നമുക്ക് പ്രോപ്പറായിട്ട് ഔട്ട്പുട്ട് കിട്ടുക. ഇപ്പം നമ്മൾ ക്ലിയർ കണക്ഷൻ കഴിഞ്ഞു. ഇനി പ്രീസെറ്റ് കണക്ഷൻ. പ്രീസെറ്റ് നോക്കിയേ, ഫസ്റ്റ് ICയുടെ 2ഉം 7ഉം ആണ് പ്രീസെറ്റ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ICയുടെ 2വിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് ICയുടെ തന്നെ 7th പിന്നിലേക്ക് 7th പിന്നിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു പ്രീസെറ്റ് കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഷോർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ആ 7ൽ നമ്മൾ എന്ത് ചെയ്യുന്നു, സെക്കൻഡ് ICയുടെ സെക്കൻഡ് പിന്നും എന്താണ്, പ്രീസെറ്റാണ്. സോ സെക്കൻഡ് ICയുടെ സെക്കൻഡ് പിന്നിലേക്ക് നമ്മൾ ഷോർട്ട് ചെയ്ത് കൊടുക്കുന്നു ഫസ്റ്റ് ICയുടെ 7th പിന്നിൽ നിന്ന്. ഓക്കെ, ഫസ്റ്റ് ICയുടെ 7th പിന്നിൽ നിന്ന് സെക്കൻഡ് ICയുടെ സെക്കൻഡ് പിന്നിലേക്കുള്ള പ്രീസെറ്റ് കണക്ഷൻ കണക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യാനാണ് പറഞ്ഞത്, സെക്കൻഡ് ICയിലുള്ള 7th പിന്ന് വീണ്ടും അതിൻ്റെ തന്നെ സെക്കൻഡ് പിന്നുമായിട്ടൊന്ന് പ്രീസെറ്റ് കണക്ഷൻ ചെയ്ത് കൊടുക്കുക. അത് ഫിഗറിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, പക്ഷേ അങ്ങനെ നമ്മളതൊന്ന് ചെയ്ത് കൊടുത്താലാണ് നമുക്ക് കറക്റ്റായിട്ട് ഔട്ട്പുട്ട് കിട്ടുന്നത്. സോ സെക്കൻഡ് ICയുടെ 2ഉം 7ഉം കൂടി എന്ത് ചെയ്യുക, ഷോർട്ട് ചെയ്ത് കൊടുക്കുക. സെക്കൻഡ് ICയുടെ 2ഉം 7ഉം കൂടി ഷോർട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് പ്രീസെറ്റ് ഇൻപുട്ട് ഈ പറഞ്ഞേക്കുന്ന പോയിൻറ്റ്സിൽ എവിടെയെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ പിന്നിലും നമുക്ക് ആ ഒരു പ്രീസെറ്റ് കണക്ഷൻ കിട്ടും. ഓക്കെ, ഇപ്പം നമ്മൾ പ്രീസെറ്റിൻ്റെ കണക്ഷൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ക്ലോക്ക് കണക്ഷനും കൂടി കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പോർഷൻസ് നമ്മൾ ടിക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ഔട്ട്പുട്ട് കിട്ടും. അസിൻക്രണസ് കൗണ്ടർ ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിന് ക്ലോക്കായിട്ട് കണക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ക്ലോക്ക് കണക്ഷൻ അങ്ങ് ചെയ്യാം. ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ 15ഉം ഫസ്റ്റിൻ്റെ തന്നെ 6th പിന്നും കൂടി തമ്മിലുള്ള ഒരു കണക്ഷൻ. അതായത് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടാണ് നമുക്ക് സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്ലോക്കായിട്ട് കൊടുക്കുക. അപ്പോൾ ആ ഒരു 15ഉം 6ഉം കൂടി ഫസ്റ്റ് ICയുടെ തന്നെ 15ഉം 6ഉം കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു, കണക്റ്റ് ചെയ്ത് കൊടുക്കുന്നു. അസിൻക്രണസ് കൗണ്ടർ ആയതുകൊണ്ടാണെന്ന് നമ്മൾ പ്രത്യേകം പറയുന്നുണ്ട്. പ്രീവിയസ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നെക്സ്റ്റ് വരുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്ലോക്ക് എന്ന് പറയുന്നത്. ഇനി തേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്ലോക്ക് എന്ന് പറഞ്ഞാൽ നോക്കിയേ, തേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്ലോക്ക് വരുന്നത് ഫസ്റ്റ് ഇരിക്കുന്ന ICയുടെ, അതായത് സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ 11th പിന്നിൽ നിന്ന് ഒരു കണക്ഷൻ നമ്മൾ എങ്ങോട്ട് കൊടുക്കുന്നു, സെക്കൻഡ് ഇരിക്കുന്ന ICയുടെ ഫസ്റ്റ് പിന്നിലേക്ക് കൊടുക്കുന്നു. ഓക്കെ, ആ ഒരു കണക്ഷൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ എന്താണ് ചെയ്തത്, ക്ലോക്ക് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞു. ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന് മാത്രമാണ് നമ്മൾ എക്സ്റ്റേണലി ട്രിഗർ കൊടുക്കുന്നത്.
ഇനി നമുക്ക് ബാക്കി ഷോർട്ട് ചെയ്യുന്ന കണക്ഷൻസ് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അതിനായിട്ട് നമുക്ക് എന്താണ് ആ ഷോർട്ട് ചെയ്തേക്കുന്ന പോയിൻറ്റ്സ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് ഇരിക്കുന്ന ആ ഒരു ഐ സി ഉണ്ട്. ആ ഐ സിയുടെ 4ഉം 16ഉം ഷോർട്ട് ചെയ്തേക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. സോ ഫസ്റ്റ് 7476-ൻ്റെ 4ഉം 16ഉം കൂടി ഷോർട്ട് ചെയ്യുന്നു. 4ഉം 16ഉം കൂടി എന്ത് ചെയ്യുന്നു? ഷോർട്ട് ചെയ്യുന്നു. ഇനി നോക്കി ആ ഫസ്റ്റ് ഐ സി തന്നെയുള്ള സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ്, അതായത് ഫസ്റ്റ് ഐ സിയുടെ തന്നെ 9ഉം 12th പിന്നും കൂടി എന്ത് ചെയ്യുന്നു? ഷോർട്ട് ചെയ്ത് കൊടുക്കുന്നു. ഫസ്റ്റ് ഐ സിയുടെ 9ഉം 12ഉം. ഇനി എന്താണ്? സെക്കൻഡ് ഐ സിയുടെ 4ഉം 16ഉം കൂടിയാണ് നമുക്കിനി ഷോർട്ട് ചെയ്യാനായിട്ട് ഉള്ളത്. അപ്പോൾ സെക്കൻഡ് ഐ സിയുടെ 4ഉം 16ഉം, തേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഐ സിയിലായിരിക്കുന്നത്. സോ അതുകൂടി നമ്മൾ എന്ത് ചെയ്യുന്നു? കണക്റ്റ് ചെയ്ത് കൊടുക്കുന്നു. അപ്പം നമ്മളിപ്പം ആ എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്സിൻ്റെയും ജെ കെ ഇൻപുട്ട് ഷോർട്ട് ചെയ്യുന്ന കണക്ഷനാണ് ചെയ്തേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാം ആ ഒരു കണക്റ്റ് ചെയ്ത പോയിൻറ്റ്സിനെ ഇനിയും തമ്മിൽ ഇൻ്റർ കണക്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ആ ഒരു കണക്ഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ സെക്കൻഡ് ഇരിക്കുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ 4th പിന്നിൽ നിന്ന് അല്ലെങ്കിൽ 16th പിന്നിൽ നിന്ന് ഒരു കണക്ഷൻ എങ്ങോട്ട് പോകുന്നുണ്ട്? ഫസ്റ്റ് ഇരിക്കുന്ന ഐ സിയുടെ 9th പിന്നിലേക്ക് പോകുന്നുണ്ട്. അപ്പം നമുക്ക് ഒന്നിൽ 4th പിന്നിൽ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ 16th പിന്നിൽ നിന്ന് ഒരു കണക്ഷൻ എങ്ങോട്ട് പോകുന്നുണ്ട്? ഫസ്റ്റ് ഇരിക്കുന്ന ഐ സിയുടെ 9th പിന്നിലേക്കോ 12th പിന്നിലേക്കോ കണക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ആ ഫസ്റ്റ് ഐ സിയുടെ തന്നെ 9th പിൻ എങ്ങോട്ട് പോകുന്നു? ഫസ്റ്റ് ഐ സിയുടെ 4th പിന്നിലേക്ക് പോകുന്നു. 4th പിന്നിലോട്ടോ 16th പിന്നിലോട്ടോ നമുക്ക് കണക്ട് ചെയ്യാം. കാരണം 4th പിന്നും 16th പിന്നും ഓൾറെഡി ഷോർട്ടഡ് ആണ്. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഇൻ്റർ കണക്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത്രയാകുമ്പോഴേക്കും ആ ഷോർട്ട് ചെയ്യുന്ന കണക്ഷൻ ഏകദേശം കഴിയും. ഇനി നമുക്ക് ഉണ്ടാകുന്നൊരു വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഷോർട്ട് ചെയ്ത പോയിൻറ്റ്സ് എല്ലാം കൂടി എവിടോട്ടാണ് കൊടുക്കുന്നത്? ഒരു +5 വോൾട്ടിലേക്ക് കണക്ട് ചെയ്യുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതായത് ഒരു 5 വോൾട്ട് വരുന്ന ആ ഒരു പോയിൻറ്റിലേക്കായിരിക്കണം ഈ ഷോർട്ട് ചെയ്ത പോയിൻറ്റ്സുകളെല്ലാം നമ്മൾ കണക്ഷൻ പോവേണ്ടത്. അതായത് ഇതിൽ ഏതെങ്കിലും ഒരു പോയിൻറ്റിൽ നിന്ന്, ഷോർട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഏതെങ്കിലും ഒരു പോയിൻറ്റിൽ നിന്ന് ഒരു വയർ എടുത്തിട്ട് നമുക്ക് എങ്ങോട്ടേക്ക് കണക്ട് ചെയ്യാം? ഓൾറെഡി വി സി സി നമ്മൾ എവിടെ കൊടുത്തിട്ടുണ്ട്? 7476-ൻ്റെ 5th പിന്നിൽ കൊടുത്തിട്ടുണ്ട് വി സി സി. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? 7400-ൻ്റെ 14th പിന്നിലും +5 വോൾട്ട് വി സി സി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഷോർട്ട് ചെയ്ത പോയിൻറ്റ്സിൽ നിന്ന് എവിടെന്നെങ്കിലും ഒരു പോയിൻറ്റ് നമുക്ക് സെലക്ട് ചെയ്തിട്ട് അതെങ്ങോട്ടേക്ക് കൊടുക്കാം? ഒന്നിൽ 7400-ൻ്റെ 14th പിന്നിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ 7476-ൻ്റെ തന്നെ 5th പിന്നിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് എന്താണ് വേണ്ടത്? ആ ഒരു പിന്നിൽ ഒരു ഹൈ വോൾട്ടേജ് കൊടുക്കുക, ഒരു +5 വോൾട്ട് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഇങ്ങനെ അങ്ങ് കണക്ട് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഇനി നമുക്ക് എന്താണ്? നാൻഡ് ഗേറ്റിലേക്ക് പോകുന്ന കണക്ഷൻസ് എവിടെ നിന്നാണെന്ന് നോക്കി. നാൻഡ് ഗേറ്റിലേക്ക് പോകുന്നത് നമുക്ക് സെക്കൻഡ് ഐ സിയുടെ അല്ലെങ്കിൽ ഫസ്റ്റ് ഐ സിയുടെ ആണെങ്കിൽ ആ ഒരു ഏത് പോയിൻറ്റിലോട്ടാണ് പോകുന്നത് നോക്കുക. നമുക്ക് ഇതിപ്പോൾ ചെയ്യുന്നത് ഫസ്റ്റ് ഐ സിയുടെ എന്താണ് 11th പിന്നിൽ നിന്ന് നാൻഡ് ഗേറ്റിൻ്റെ ഫസ്റ്റ് പിന്നിലേക്കുള്ള കണക്ഷൻ ചെയ്യുന്നു. ഇനി അതുപോലെ തന്നെ സെക്കൻഡ് ഐ സിയുടെ 11th പിന്നിൽ നിന്ന് നമ്മൾ എങ്ങോട്ടേക്ക് കൊടുക്കുന്നു? നാൻഡ് ഗേറ്റിൻ്റെ സെക്കൻഡ് പിന്നിലേക്ക് കണക്ഷൻ കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ Q0-ൻ്റെയും Q2-ൻ്റെയും ഔട്ട്പുട്ട് എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? നാൻഡ് ഗേറ്റിലേക്ക് കൊടുക്കുന്നത്. ഇനി നാൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് 3rd പിന്നിൽ നിന്നൊരു കണക്ഷൻ ക്ലിയർ ചെയ്തേക്കുന്ന പോയിൻറ്റ്സിലേക്ക് പോകുന്നു. ക്ലിയർ നമ്മൾ എങ്ങനെയാണ് ചെയ്തത്? 3838 എന്നുള്ള രീതിയിലാണ് ഷോർട്ട് ചെയ്തേക്കുന്നത്. സോ നാൻഡ് ഗേറ്റിൻ്റെ 3rd പിന്നിൽ നിന്നുള്ളൊരു കണക്ഷൻ നമ്മൾ എങ്ങോട്ടേക്ക് കൊടുക്കുന്നുണ്ട്? 7476-ൻ്റെ 3rd പിന്നിലോട്ടോ 8th പിന്നിലോട്ടോ നമുക്ക് കൊടുക്കാം. കാരണം ക്ലിയർ പിന്നിലോട്ടാണ് കൊടുക്കുന്നത്. എപ്പോഴാണോ നാൻഡ് ഗേറ്റിൻ്റെ ഔട്ട് 0 ആകുന്നത് ആ സമയത്ത് എന്ത് ചെയ്യുന്നു? ക്ലിയർ ആയി പോകുന്നു ബാക്കിയുള്ള ഔട്ട്പുട്ട്സുകൾ. അപ്പോൾ ആ ഒരു നാൻഡ് ഗേറ്റിൻ്റെ കണക്ഷനും കഴിഞ്ഞു. ഇനി ഇതെന്താണ്? നമുക്ക് പ്രോപ്പറായിട്ട് ഡിജിറ്റൽ ഐ സി ട്രെയിനർ കിറ്റിൽ വെച്ചിട്ട് ഇൻപുട്ട്സും ഔട്ട്പുട്ട്സും ഒക്കെ കണക്ട് ചെയ്ത് വി സി സി, ഗ്രൗണ്ട്, ക്ലോക്കൊക്കെ കണക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ബ്രെഡ് ബോർഡിനകത്തേക്ക് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ.
VCC എവിടെയാണ് കൊടുക്കേണ്ടത്? ഇതാണ് VCCയുടെ പിന്നെന്ന് പറയുന്നത്. VCC ഒന്നുകിൽ 7400ൻ്റെ 14th പിന്നിലേക്ക് ഡയറക്റ്റ് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ 7476ൻ്റെ 5th പിന്നിൽ കൊടുത്താലും മതിയാവും. കാരണം രണ്ട് ICയുടെയും 5th പിന്നും ഈ പറഞ്ഞ 7400ൻ്റെ 14th പിന്ന് നമ്മൾ ഓൾറെഡി ഷോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഗ്രൗണ്ട് 7400ൻ്റെ 7th പിന്നിലാണ് ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്നത്. കാരണം 7476ൻ്റെ 13th പിന്നുകൾ ഷോർട്ട് ചെയ്ത് നമ്മൾ 7ലേക്ക് കണക്ട് ചെയ്തു. ഇനി നമുക്ക് ഒറ്റ ഇൻപുട്ടാണുള്ളത്. ഏതാണ്? പ്രീസെറ്റാണ് നമ്മുടെ ഇൻപുട്ട്. ഇവിടെ നമ്മൾ ക്ലിയർ ഇൻപുട്ടായിട്ട് കണക്ട് ചെയ്യുന്നില്ല. നമ്മൾ പ്രീസെറ്റ് മാത്രമാണ് ഇൻപുട്ടായിട്ട് കണക്ട് ചെയ്യുന്നത്. പ്രീസെറ്റ് എങ്ങോട്ടാണ് പോകുന്നത്? 7476ൻ്റെ 2വിലോട്ടാണ് പോയിരിക്കുന്നത്. ഒന്നീ 2 കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ 7 കണക്ട് ചെയ്യാം. ഇനി 3 ഔട്ട്പുട്ടാണ് നമുക്കുള്ളത്. Q2, Q1, Q0. അതിനകത്ത് Q0 എങ്ങോട്ടാണ് പോകുന്നത്? തേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ 15th പിന്നെ. തേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ അത് എത്രാമത്തെ ICയാണ്? രണ്ടാമതിരിക്കുന്ന 7476 ആണ്. അപ്പോൾ രണ്ടാമതിരിക്കുന്ന 7476ലോട്ടാണ് നമ്മൾ Q0നെ കണക്ട് ചെയ്തേക്കുന്നത്. അതുപോലെ നമുക്ക് Q2, Q1 ഒക്കെ കണക്ട് ചെയ്യണം. Q1 എങ്ങോട്ടാണ് പോയിരിക്കുന്നത്? ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ 11th പിന്നിലോട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ Q1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ 11th പിന്നിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? കണക്റ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇനി ലാസ്റ്റ് വൺ എന്താണ്? നമുക്ക് Q0 വേണം. അത് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ 15th പിന്നിലോട്ടായിരിക്കും കണക്ട് ചെയ്യുന്നത്. അപ്പോൾ Q2, Q1, Q0 എന്നുള്ളൊരു ഓർഡറിലാണ് നമ്മൾ ഈ ഒരു കണക്ഷൻ ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ് നമ്മൾ ക്ലോക്ക് പൾസ് ഒന്നാമത്തെ പിന്നിലേക്ക് ക്ലോക്ക് പൾസ് അപ്പ് ഡയറക്റ്റ് കൊടുക്കുന്നു. എന്നിട്ട് പ്രീസെറ്റ് പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഹൈയിൽ ഇട്ടിരുന്നാൽ മാത്രമാണ് ക്ലോക്ക് വർക്ക് ചെയ്യുന്നത്. അത് മറന്നു പോകരുത്. പ്രീസെറ്റ് പിന്നെ ഹൈയിലേക്ക് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ കൗണ്ടിങ് നടക്കുന്നത് കാണാം. 00, 001, 010, 100. അതായത് 0 മുതൽ 4 വരെയാണ് ഈ ഒരു കൗണ്ടിങ് നടക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. 4 കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ക്ലിയറായി പോകുന്നതും കാണാൻ പറ്റും. അപ്പോൾ 3 ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉപയോഗിച്ച് നമുക്ക് 5 വരെ കൗണ്ട് ചെയ്യാം. ഞാനിപ്പോൾ ഓട്ടോമാറ്റിക് ക്ലോക്കിലാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ക്ലോക്ക് ബട്ടൺ പ്രസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓട്ടോമാറ്റിക്കലി അത് റീഡ് ചെയ്യും. അതെല്ലാം നമുക്ക് കൺട്രോൾ ചെയ്താണ് ഔട്ട്പുട്ട് എടുക്കേണ്ടതെങ്കിൽ നമ്മൾ ഈ മോണോ പൾസർ റെഡിൽ കൊടുത്തിട്ട് ഈ ഒരു ക്ലോക്ക് ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓരോ ക്ലോക്ക് പൾസിനും അനുസൃതമായിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടാണ് നമുക്കിതൊന്ന് ചെയ്യാൻ പറ്റുന്നത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ കൗണ്ടേഴ്സ് ഏകദേശം സിങ്ക്രണസും അസിങ്ക്രണസും ഒക്കെ ഒരു വിധം നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള വീഡിയോസായിട്ട് പിന്നാലെ വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.